എന്തായാലും പി വി അൻവർ വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. പി വി അൻവർ ഏറ്റവും കൂടുതൽ പി വി അബ്ദുൽ വഹാബുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന ഒരു പ്രതികരണമാണ് നടത്തിയത്. UDFന്റെ ബസ്സിൽ എവിടെയെങ്കിലും കയറിക്കൂടാം എന്നുള്ളതാണ് തന്റെ പ്ലാൻ എന്നും മധ്യസ്ഥ ശ്രമം തുടരുന്നുണ്ട് എന്നുമാണ് അദ്ദേഹത്തിന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയോ? UDF പൂർണ്ണമായും പറഞ്ഞ അധ്യായം പോലെയാണ് സംസാരിക്കുന്നത്. പി വി അൻവർ പറയട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? നമുക്ക് പറയാം. ഉടനെ പറയാം. നിലപാട് തീരുമാനിച്ചാൽ UDFും തീരുമാനം പ്രഖ്യാപിക്കുന്ന പറയുന്നത്. അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ UDFുമായി സഹകരിച്ചാൽ UDFന്റെ തീരുമാനം വരും പറയുന്നു. നോക്കാം നമുക്ക്. ഞാൻ 2 days പറഞ്ഞല്ലോ, 1 day അല്ലേ ആയിട്ടുള്ളൂ. മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതീക്ഷയുണ്ടോ? ജംഷീർ കൊടിഞ്ഞി ചേരുന്നു വിരളുമായി. പി വി അബ്ദുൽ വഹാബിന്റെ വസതിക്ക് സമീപത്ത് നിന്ന്. ജംഷീർ, എന്തായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം? എന്താണ് അൻവർ പറഞ്ഞത്? അജിംസ്, തീർച്ചയായിട്ടും അതായത് പി വി അൻവർ ഇന്ന് അല്പം മുമ്പാണ് ഇപ്പോൾ ഈ അബ്ദുൽ വഹാബിന്റെ വീട്ടിൽ നിന്ന് പോയത്. അബ്ദുൽ വഹാബുമായും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി, PM സലാം ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളും ഇവിടെയുണ്ട്. അവരുമായും ചർച്ച നടത്തുകയായിരുന്നു. അതായത് നമുക്കറിയാവുന്നതുപോലെ ഇപ്പം അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അൻവർ നിലപാട് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അൻവറിനെ അല്ലെങ്കിൽ അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത രീതിയിലുള്ള പ്രതികരണം നടത്തുകയുണ്ടായി. അതിന് ശേഷമാണ് ഇപ്പോൾ PV അൻവർ മുസ്ലിം ലീഗ് നേതാക്കളുമായി വഹാബിന്റെ വീട്ടിൽ ചർച്ച നടത്തിയിരിക്കുന്നത്. അൻവർ പറയുന്നത് ചർച്ച തുടരും. താൻ 2 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്, അത് 1 ദിവസം ഇനി ബാക്കിയുണ്ട്. ലീഗിന്റെ മധ്യസ്ഥതയിൽ തന്നെ ചർച്ച തുടരും എന്നുള്ളത് തന്നെയാണ്. പൊതുവെ കാലാവസ്ഥ ഒരല്പം മോശമായി തോന്നുന്നുണ്ട്. അത് പൊതുവെ പറഞ്ഞ കാലാവസ്ഥയും മഴയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് തന്നെയാണ്. എങ്കിൽ പോലും കാലാവസ്ഥ ഒരല്പം മോശമായി തോന്നുന്നുണ്ട്. എങ്കിലും ലീഗുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരും. ലീഗിന്റെ മധ്യസ്ഥതയിൽ തന്നെ ചർച്ചകൾ തുടരുമെന്നും അതോടൊപ്പം തന്നെ UDFന്റെ ബസ്സിൽ സീറ്റ് കിട്ടും എന്നുള്ള ഒരു കാര്യം കൂടി അൻവർ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അല്പം മുമ്പ് അൻവർ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത്. UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ അൻവറിനെ അല്ലെങ്കിൽ അൻവറിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങണ്ട എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോഴും മുസ്ലിം ലീഗ് നേതാക്കളുമായി PV അൻവർ ചർച്ചകൾ തുടരുകയാണ്. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ വന്നപ്പോഴും PV അൻവർ അക്കാര്യം പറഞ്ഞിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ തന്റെ വെൽവിഷറാണ്, അതുകൊണ്ട് തന്നെയാണ് അവരെ കാണാൻ വന്നതെന്നാണ്. ഏതായാലും മുസ്ലിം ലീഗിന്റെ മധ്യസ്ഥതയിലാണ് ഇപ്പോൾ ഈ PV അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അജിംസ്, ഏതായാലും അൻവർ വഴങ്ങുകയാണ് എന്ന സൂചനയാണ് അപ്പോൾ അദ്ദേഹം നൽകുന്നത്. ഇനി വരാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സെനാരിയോ ഇതായിരിക്കാം. ഒരുപക്ഷെ ആദ്യം അൻവർ UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, തുടർന്ന് മുന്നണി പ്രവേശനം സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം UDF നടത്തുന്നു. ഇങ്ങനൊരു പരിഹാര ഫോർമുലയിലേക്ക് ഒരുപക്ഷെ നാളെ ഇത് ഇവോൾവ് ചെയ്തേക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. നാളെ സംഭവിക്കാനിടയുള്ള മറ്റൊരു കാര്യം, LDFന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ മുന്നോട്ട് പോകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുക്കും. ഒരു ഗൗരവമുള്ള ഫൈറ്റ് നിലമ്പൂരിൽ വേണമെന്ന LDFന്റെ ഒരു പൊതു സമവായമുണ്ട്. CPMന് പ്രത്യേകിച്ചും അത്തരമൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് കരുത്തനായ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി തന്നെ ഒരുപക്ഷെ നിലമ്പൂരിൽ നിയോഗിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഒന്നും പറയാനായിട്ടില്ല. പ്രത്യേകിച്ചും NDA സ്ഥാനാർത്ഥി